നമസ്കാരം, എല്ലാവർക്കും ഫീൽ ഫുഡ് വിത്ത് അമ്മുലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ്. സ്റ്റൂന്നോ ഒക്കെ പറയാം. എളുപ്പം നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, അത് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ആവശ്യം ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള എടുക്കാം. ഞാനിപ്പോൾ ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഒരു 4 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 4 എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇതിലോട്ട് ആഡ് ചെയ്ത ശേഷം തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2ാം പാല് ഇതിലോട്ട് ഒഴിച്ച ശേഷം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി, കൂടിപ്പോകരുത്. അപ്പോൾ ആവശ്യത്തിന് ഒരു വിസിൽ വെച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് മതി ഒന്ന് കോരിയെടുക്കുക. എന്നിട്ട് നല്ലോണം അതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കാരണം കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക അതിന്. അതിന് ശേഷം ഇതിന് ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക് നമ്മൾ 4 എടുത്തത് 2ആയി കീറിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതാക്കി കഷ്ണങ്ങളാക്കിയത് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കറിയുടെ ഗ്രേവി അനുസരിച്ചിട്ട്, അതായത് തിക്കായിട്ട് വേണോ കുറച്ച് ലൂസായിട്ട് വേണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5 to 6 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കുക. അതായത് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. കട്ടി തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പിന്നെ തിളപ്പിക്കരുത്. ജസ്റ്റ് ഒരു അരികൊന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. നല്ലോണം തിളച്ച് പൊങ്ങിക്കരുത്. തിളച്ച് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പിരിഞ്ഞ പോലെ ആവും. ജസ്റ്റ് ഒന്ന് അരികു തിളച്ച് വരാൻ മാത്രമേ പാടുള്ളൂ. ആ പേസ്റ്റ് ഇതാ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അരികൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് സെർവ് ചെയ്ത ശേഷം ബാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡിയായി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട്, ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.